ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഐറ്റം ഉണ്ടല്ലോ, നല്ലൊരു മന്തി, നല്ല ടേസ്റ്റിൽ അടിപൊളി മന്തി. വളരെ സിമ്പിളായിട്ട്, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തി. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ 2.5 ഗ്ലാസ് മന്തി അരിയാണ്. കൊടുങ്ങൽ അരി പോലെയുള്ള ബസ്മതി റൈസ്. അതൊരു 40 മുതൽ 1 മണിക്കൂർ വരെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കും. നന്നായി കഴുകി വൃത്തിയാക്കി സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം 3/4 കിലോ ചിക്കൻ. അതിലോട്ട് ടർമറിക് പൗഡർ, മന്തി പൗഡർ, പെപ്പർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, സാൾട്ട്, പിന്നെ ചില്ലി പൗഡർ, അത് കുറച്ച് ഇട്ടിട്ടുള്ളത്. നമ്മളൊരു ബ്ലാക്ക് ടൈപ്പ് മസാലയാണ്. പിന്നെ ഗരം മസാല, ഓയിലും ഒഴിച്ച് നന്നായി ഒന്ന് മസാലയിൽ ചിക്കനിലോട്ട് പിടിപ്പിക്കുക. ഇതുപോലെ നന്നായി പിടിപ്പിച്ച് കൊടുക്കുക. നന്നായി പിടിച്ചു വന്നതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊരു 40 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മൾ 40 മിനിറ്റ് ഇത് ഓപ്പൺ ചെയ്ത് നമുക്കിനി അതൊരു ഫ്രൈ ചെയ്യാം. മുകളിലങ്ങ് ഓയിൽ വെച്ച് കൊടുക്കുന്നു. ഇനി ഒരു പാൻ ചൂടാക്കി ആ മാരിനേറ്റഡ് ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഓയിലൊന്നും ഒഴിക്കുന്നില്ല, ആദ്യത്തെ ഓയിൽ തന്നെ ഉള്ളൂ. ഇനി അതൊക്കെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വേവിക്കുന്നു. ഇപ്പോൾ ഒരു ഭാഗം കുറച്ച് വന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തു. നോക്കിയാൽ ഒരു ഭാഗം വന്നു. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ്, ചെറുതായി കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നു. അത് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഈ മന്തി നല്ല ടേസ്റ്റാണ്. ഈ മസാല, ഈ ചിക്കൻ മസാല നല്ല അതിൻ്റെ സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട് മൂക്കിലേക്ക്. നല്ല അടിപൊളിയാണ്. ഇനി അതിലോട്ട് ക്യാപ്സിക്കം, ചെറുതായി കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പം തന്നെ ആവശ്യത്തിന് വെന്ത് അങ്ങനെ വരും. നല്ല ഈ മസാലയെല്ലാം വെന്ത് വരും. പിന്നെ ഇതിലോട്ട് ഉള്ളിൻ്റെ ആവശ്യമില്ല, പക്ഷേ കുറച്ചൊരു ഉള്ളിയാണ്, ഒരു 1/4 പീസ് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നു. ഉള്ളിയുടെ ആവശ്യമില്ല മന്തി ശരിക്കും, പക്ഷെ എന്നിട്ട് ടേസ്റ്റ് വേണ്ടി അങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അതും കൂടി എല്ലാം നന്നായി മിക്സ് ചെയ്ത് അങ്ങനെ വേവിക്കാൻ വെക്കാം. ഇനി നമുക്കൊരു കുക്കറെടുത്ത് ഓയിൽ ഒഴിക്കുന്നു. ഞാനിവിടെ സാധാ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരുന്നത്, അത് ഒഴിച്ചു. ഇനി ഒരു പകുതി ഉള്ളി ചെറുതായി മുറിച്ചത്, ഏല, കറാമ്പ്, പട്ട നന്നായി വഴറ്റിയെടുക്കാം. മീഡിയം കളർ വരുന്നത്, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കളറ് മാറാൻ പാടില്ല അധികം. 2.5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത അരി റെഡി ആയിട്ടുണ്ട്. ഇനി അത് അരിച്ച്, അതിലൊന്നും വെള്ളം ഉണ്ടാവില്ല, എല്ലാം വെള്ളമൊക്കെ അരിച്ച് നമുക്ക് ആ വെള്ളത്തിലോട്ടങ്ങ് അരിച്ചു കൊടുക്കാം. വെള്ളം അധികം ഉണ്ടാകുമ്പോൾ അളവ് മാറും. അതുകൊണ്ട് നന്നായി അരിച്ച് നമ്മൾ തിളച്ച വെള്ളത്തിനങ്ങ് ഒഴിച്ചു കൊടുക്കുക, ഇട്ട് കൊടുക്കുക. നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നമ്മൾ മന്തി പൗഡറും കൂടി ഇടുന്നുണ്ട്, കുറച്ച് ആ ചോറിനൊരു കുറച്ച് കളർ വരാൻ. ഇനി ഉപ്പിട്ടു, ഇതാണ് മന്തി പൗഡർ, അതും കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു ലൈം അങ്ങ് വീണ് കൊടുത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഏകദേശം 3 വിസിൽ വരെ അടിച്ചിരുന്നത്. 2 വിസിൽ ശരിക്കും വേണ്ടി, ഈ അരിക്ക് വേവ് കൂടുതലാണ്, അതുകൊണ്ട് 3 വിസിൽ വരെ അടിച്ചു. നമ്മളിത് എടുത്തു. ഇതാ നമ്മുടെ മന്തി റൈസ് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ മസാലയിലോട്ട് നമ്മൾ മന്തി റൈസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ആ റൈസൊക്കെ അങ്ങ് മുകളിലിട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഒന്ന് ഇതുപോലെ ആയി കൊടുക്കാം. അതിന് ശേഷം പച്ചമുളക് അങ്ങ് വെച്ച് കൊടുക്കാം. പച്ചമുളക് പിന്നെ തിന്നാൽ നല്ല ടേസ്റ്റാണ്, ഒരു ആവിയിൽ വെന്ത പോലെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചാർക്കോളൊന്ന് കത്തിച്ചതിൻ്റെ പുക അങ്ങ് വരുത്തി, അപ്പോൾ നല്ല സ്മെല്ല് വരും മന്തിയുടെ. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്. ഞാനൊരാൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു റെസിപ്പിയാണ്, അങ്ങനെ ചെയ്തതാണ്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, സംഭവം സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിന് സ്മെല്ലിങ്ങനെ അടിക്കുന്നുണ്ട്, നല്ല അടിപൊളി സ്മെല്ലാണ്. മസാലയുടെ നല്ല അടിപൊളി സ്മെല്ലാണ്. അപ്പോൾ നോക്കി, ചിക്കനൊക്കെ നല്ല മസാല പിടിച്ചിട്ടുണ്ടല്ലോ, അടിപൊളിയായിരുന്നു സംഭവം. ഇത് നമ്മളെ റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് ഐറ്റംസ് കുറവൊക്കെ ഉണ്ട്, പക്ഷേ മന്തി അടിപൊളിയാണ്. ഞാൻ ചിക്കൻ ക്യൂബ്സ് അങ്ങനത്തെ ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും വൈകാറില്ല, കൊണ്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ചിക്കൻ മന്തി എപ്പടി